ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മട്ടാഞ്ചേരി ജ്യൂ ടൗണിലാണ് വന്നിട്ടുള്ളത്. കൊച്ചിയിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് മട്ടാഞ്ചേരി ജ്യൂ സ്ട്രീറ്റ് അല്ലെങ്കിൽ ജ്യൂ ടൗൺ എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം. എവിടെ നോക്കിയാലും നല്ല അടിപൊളി ഫ്രെയിംസ് ആണ് ഇവിടെ ഉള്ളത്. ഏകദേശം 12-ാം നൂറ്റാണ്ട് മുതൽ കൊച്ചിയിൽ ജൂതന്മാരുടെ സെറ്റിൽമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വളരെ കുറച്ച് ജൂതന്മാർ മാത്രമാണ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇവരുടെ ആരാധനാലയമായിട്ടുള്ള സിനഗോഗും ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഏരിയ എല്ലാം ജ്യൂ സ്ട്രീറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇവിടെ ഇവർ മെയിനായിട്ടും കച്ചവടമാണ് ചെയ്യുന്നത്. ഇവിടെ നല്ല അടിപൊളി ഷോപ്പുകളും കഫേകളും ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സും ഒക്കെയാണുള്ളത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളും ആൻറ്റിക് കളക്ഷൻസും നല്ല ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് ഈ ജ്യൂ സ്ട്രീറ്റിൽ മെയിനായിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്യാവശ്യം വിലയുണ്ട്. നമ്മളുടെ ഒരു ഷോക്കേസ് ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ, ഷോ പീസ് ആണെങ്കിലും അല്ലെങ്കിൽ ആൻറ്റിക് കളക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അഫോർഡബിൾ റേറ്റിലുള്ളതാണ്. വെറൈറ്റി ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം. പിന്നെ നല്ല നല്ല ഓർണമെൻറ്റ്സ് ഇവിടെയുണ്ട്. നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ് കളക്ഷൻസ് ഉണ്ട്. നല്ല പാത്രങ്ങൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുള്ള നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് വിദേശികൾ വരുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടാവും. എല്ലാവരും സിനഗോഗ് കാണാൻ വരുന്നവരും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുടെ തിരക്കുണ്ടാവും. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറച്ച് കുറവാണ്. കാരണം ശനിയാഴ്ച സിനഗോഗ് ക്ലോസ്ഡ് ആയിരിക്കും. ജൂതന്മാരുടെ ആരാധനാ സ്ഥലം സിനഗോഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കൊച്ചിയിലുള്ള ഈ ഒരു മട്ടാഞ്ചേരിയിലുള്ളൊരു സിനഗോഗ് 1568 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അത്രയും വർഷം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ ഈ ഒരു സിനഗോഗ്. അപ്പം എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ജൂതന്മാർ വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ശനിയാഴ്ച ഇവർക്ക് സാബത്തുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഇവിടുത്തെ സിനഗോഗ് തുറന്നിട്ടുണ്ടാവില്ല. അപ്പം അതിന് പുറത്തൊക്കെ ഈ ഷോപ്പിലൊക്കെ നമുക്ക് കയറി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇവിടെ കൂടി ഒന്ന് നടക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. കടയിൽ ഈ ഡ്രസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഏരിയ ഇല്ല. ഇവിടെ ഈ സിനഗോഗ് മുതൽ ഈ ഒരു ഏരിയ മാത്രമാണ് ജ്യൂ ടൗൺ ഉള്ളത്. പക്ഷെ ഉള്ള സ്ഥലം നല്ല ഭംഗിയും നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെയുള്ള മിക്ക കടകളിലും ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അതുകൊണ്ടാണ് എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റാത്തത്. നല്ല ആൻറ്റിക് കളക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് മാത്രമാണ് എടുക്കാൻ പറ്റാത്തത്. ഈ ഒരു ഡ്രസ്സൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. ജൂതന്മാർ മെയിനായിട്ടും ഇവിടെ സ്പൈസസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അതിൽ തന്നെ പെപ്പർ, കുരുമുളകാണ് ഇവർ മെയിനായിട്ടും ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. സ്പൈസസിൻ്റെ കുറേ കടകളൊക്കെ ഈ ഒരു ഏരിയ കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് കടകളുണ്ട്. അതല്ലാതെ ഇങ്ങനത്തെ കുറേ കളക്ഷൻസും ഇവിടെയുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴയ സിനഗോഗുകളിൽ ഒന്നാണ് നമ്മളുടെ മട്ടാഞ്ചേരിയുള്ള പരദേശി സിനഗോഗ്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വെറും 3 കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ സ്ട്രീറ്റിൽ ഇങ്ങനെ സ്റ്റാമ്പ് കളക്ഷൻസ്, കോയിൻ കളക്ഷൻസ് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കാർപ്പറ്റുകൾ. ഈ ഒരു ഏരിയയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതാണ് എനിക്കിവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. നല്ല അടിപൊളി ഫ്രെയിമാണ് ഇവിടെ. ഇതൊക്കെ ചൈനീസ് പാത്രങ്ങളാണ്. പിന്നെ എന്താ കുറേ ഷോക്കേസ് ഐറ്റംസ് ആണുള്ളത്.